നമസ്കാരം. ദേവി മന്ത്രപുണ്യം നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ നവരാത്രി പൂജയുടെ ആദ്യത്തെ 3 ദിവസങ്ങൾ ദേവിയുടെ ഇച്ഛാശക്തി ഭാവത്തെയാണ് ആരാധിച്ചതെങ്കിൽ ഇനിയുള്ള 3 നാളുകൾ ദേവിയുടെ ക്രിയാശക്തിയെയാണ് സ്തുതിച്ച് ആരാധിക്കുന്നത്. നവരാത്രി പൂജയുടെ 4ാം നാളായ ഇന്ന് ആദിപരാശക്തിയെ കൂഷ്മാണ്ഡ ഭാവത്തിലാണ് ആരാധിക്കുന്നത്. കൂഷ്മാണ്ഡ എന്ന പദത്തിന് കുമ്പളമെന്നും അർത്ഥമുണ്ട്. ആഗ്നേയം അഥവാ ചൂടുള്ളത് എന്നാണ് വാക്കിൻ്റെ താൽപ്പര്യം. പ്രാണോർജം ശക്തമായത് എന്നർത്ഥം. ഈ സൂക്ഷ്മമായ പ്രാണോർജത്തെ വർദ്ധിപ്പിക്കുന്ന വേദമന്ത്രമാണ് കൂഷ്മാണ്ഡ മന്ത്രം. ഈ ക്രിയയ്ക്ക് അധിപതിയായ ദേവിയെ കൂഷ്മാണ്ഡ ഭാവത്തിൽ ആരാധിച്ചു പോരുന്നു. സക്രിയ ചൈതന്യത്തിൻ്റെ പ്രതീകമാണ് ദേവിയുടെ രൂപഭാവാദികൾ. 8 കൈകളിലായി ഇരിക്കുന്ന താമര മനസ്സിനെയും ബോധത്തെയും പ്രതിനിധീകരിക്കുന്നു. പ്രാണോർജ പ്രതീകങ്ങളായ അസ്ത്രം, വില്ല്, കമണ്ഡലു, കലശം, ജ്ഞാനപ്രതീകമായ ചക്രം, തപശക്തിയെ സൂചിപ്പിക്കുന്ന അക്ഷമാല എന്നിവയെല്ലാം ദേവി ധരിച്ചിരിക്കുന്നു. ആദിമയോഗിനിയായ ശ്രീ പാർവതി ദേവി ഭക്തരിലേക്ക് മന്ത്രശക്തി പകരുന്ന സങ്കല്പമാണ് കൂഷ്മാണ്ഡ ഭാവത്തിന്. സൃഷ്ടിയുടെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചവൾ എന്നും ദേവിയുടെ കൂഷ്മാണ്ഡ ഭാവത്തിന് അർത്ഥമുണ്ട്. നാളെ ദേവിയുടെ സ്കന്ദഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാം. തുടർന്ന് അമൃതധാരയായി നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഗുരുവചനം കേൾക്കാം. ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുക. ഒരു മുറിവുണ്ടായാൽ അതിലെ അഴുക്ക് കഴുകിക്കളഞ്ഞിട്ട് മാത്രമേ മരുന്ന് വയ്ക്കാറുള്ളൂ, അല്ലെങ്കിൽ ഉണങ്ങുകയില്ല. അതുപോലെ ഭക്തി കൊണ്ട് അഹങ്കാരത്തെ കഴുകിക്കളഞ്ഞിട്ട് അവിടെ ജ്ഞാനത്തെ പ്രതിഷ്ഠിക്കണം. എന്നാലേ വികാസമുണ്ടാകൂ. മാതാ അമൃതാനന്ദമയി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. शम्भुध्यानवसन्दसङ्गिनि हृदारामेघजीर्णच्छदाः स्रस्ता भक्तिलताच्छडा विलसिताः पुण्यप्रवालश्रिताः दीप्यन्ते गुणकोरका जपवचः पुष्पाणि सद्वासना ज्ञानानन्दसुधामरन्दलहरि संवित् फलाभ्युन्नतिः. അത്യന്തം മനോഹരമായ ഭാവന പകരുന്ന ശിവാനന്ദലഹരിയിലെ 47ാം ശ്ലോകം ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് നമുക്ക് കേൾക്കാം. ശങ്കരസ്തോത്രങ്ങളിൽ
ശിവാനന്ദ ലഹരിയിൽ 46 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് 47-ാമത്തെ ശ്ലോകം. ഈ ഭാഗത്തൊക്കെ ഭക്തിഭാവവും കവിത്വവും എല്ലാം നിറഞ്ഞു തുളുമ്പുന്നൊരു അവസ്ഥയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. കാൽപ്പനികങ്ങളായ പല പല ചിത്രങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഓരോ സ്തുതിയും. ഇവിടെ നോക്കൂ. ശംഭുധ്യാന വസന്ത സംഗിനി ഹൃദാരാമേഘ ജീർണച്ഛദാഹ സ്രസ്താ ഭക്തിലതാച്ഛടാ വിലസിതാ പുണ്യപ്രവാളാശ്രിതാ. ഹൃദാരാമത്തിൽ, ഹൃദയമാകുന്ന അന്തഃകരണമാകുന്ന ആരാമത്തിൽ, ആരാമം പൂന്തോട്ടം. അപ്പം അവിടെ മനസ്സിനെ അഥവാ ഹൃദയത്തെ ഒരാരാമമായി കൽപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയുള്ള ആരാമം? ശംഭുധ്യാന വസന്ത സംഗിനി. ശംഭുധ്യാനമാകുന്ന വസന്തത്തോട് സംഗമുള്ള, ചേർന്ന ഉദ്യാനം, പൂന്തോട്ടം. ആനന്ദത്തെ, പരമാനന്ദത്തെ, പരമസുഖത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ശംഭു. ശംഭു തന്നെ ശങ്കരൻ. ഭഗവാൻ പരമേശ്വരൻ്റെ, ശംഭുവിൻ്റെ, ശങ്കരൻ്റെ ധ്യാനം. നമ്മുടെ മനോവൃത്തികൾ മുഴുവൻ പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകുന്നതെല്ലാം അടങ്ങി ഒതുങ്ങി ഒരൊറ്റ ആശ്രയത്തിൽ പ്രയത്നരഹിതമായി കേന്ദ്രീകൃതമാകുന്ന അവസ്ഥയാണ് ധ്യാനം. ധ്യാനത്തെ നിർവചിക്കുന്ന സന്ദർഭത്തിൽ തത്ര പ്രത്യൈകതാനത ധ്യാനം എന്ന് ഭഗവാൻ പതഞ്ജലി മഹർഷി പറയും. നമ്മുടെ മനസ്സിൽ ഉദിച്ചുയരുന്ന നാനാവിധങ്ങളായ വൃത്തികൾ, അനേകായിരം വൃത്തികൾ ഓരോ നിമിഷവും നമ്മളിലുണ്ട്. ഈ വൃത്തികൾ വിഷയപ്രതീതിയെ ജനിപ്പിക്കുമ്പോഴാണ് സാമാന്യമായ അവയപ്രത്യയങ്ങളെന്ന് പറയാറ്. ഈ പ്രത്യയങ്ങൾ മുഴുവൻ, വിഷയപ്രതീതിയെ ജനിപ്പിക്കുന്ന തരം ചിത്തവൃത്തികൾ മുഴുവൻ പലതിലേക്ക് പല പ്രകാരം ഛിന്ന ഭിന്നമായി പോകാതെ ഏകധാരയായി ഒന്നിൽ മാത്രം അയത്നപൂർവമായി, പ്രയത്നരഹിതമായി പ്രവഹിക്കുന്ന, നിലകൊള്ളുന്ന അവസ്ഥ ധ്യാനം. അപ്പം മറ്റെല്ലാത്തിൽ നിന്നും വ്യാവർത്തിപ്പിക്കപ്പെട്ട, പിന്തിരിപ്പിക്കപ്പെട്ട വൃത്തികൾ ശംഭുവിൻ്റെ തത്വത്തിൽ മാത്രം ഉറച്ചിരിക്കുമ്പോൾ അത് ശംഭുധ്യാനമാണ്. ആ ശംഭുധ്യാനത്തെ വസന്തമായി കൽപ്പിക്കുന്നു. എന്തുകൊണ്ട് വസന്തം എന്നാണെങ്കിൽ, വസന്തം വന്നടുക്കുമ്പോൾ എല്ലാ ചെടികളും പുഷ്പങ്ങൾ നിറഞ്ഞതാകുന്നു. ആരാമത്തിൽ നിറയെ പൂക്കളുണ്ടാവുന്നു, ശോഭിക്കുന്നു അവ. അങ്ങനെ മൊത്തം പുഷ്പങ്ങളാൽ അലങ്കൃതമാകുന്നതിൻ്റെ ആനന്ദം പരിസരത്തിൽ മുഴുവൻ വ്യാപിക്കുന്നു. പക്ഷികളുടെ കൂജനങ്ങളായാലും എല്ലാം. അപ്പോൾ ആനന്ദപ്രദമായി ആരാമത്തിലെ പുഷ്പങ്ങളെ മുഴുവൻ വികസിപ്പിക്കുന്ന കാലമാണ് വസന്തകാലം. ഇപ്പോൾ ഹൃദയമാകുന്ന ആരാമം, മനസ്സാകുന്ന ആരാമം, ഈ മനസ്സാകുന്ന ആരാമത്തെ പുഷ്പയുക്തമാക്കി പ്രശോഭിപ്പിക്കുന്ന വസന്തമായിട്ട് ശംഭുധ്യാനത്തെ പറഞ്ഞു. ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് ആ പദം ശ്രദ്ധിക്കാം. ശംഭുധ്യാന വസന്ത സംഗിനി. ശംഭുധ്യാനമാകുന്ന വസന്തത്തോട് ചേർന്ന ഹൃദാരാമേ, ഹൃദയമാകുന്ന ആരാമത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അഘജീർണച്ഛദാഹ സ്രസ്താഹ. ആദ്യം പറയുകയാണ് അഘം, പാപം. അപ്പം പാപയുക്തങ്ങളായ ഭാവനകൾ മുഴുവൻ ജീർണിച്ചു, പാപങ്ങളില്ലാതായി. അങ്ങനെ ജീർണ ഛദാഹ, ഛദങ്ങൾ, ഇലകൾ,
വൃക്ഷത്തെ ആച്ഛാദനം ചെയ്യുന്നത് ഇലകളാണ്. ഇപ്പം ക്ഷതങ്ങൾ ഇലകളാണ്, ജീർണിച്ച ഇലകൾ, ഉണങ്ങിയ പഴുത്ത ഇലകൾ. പാപത്താൽ ജീർണിച്ച ഇലകളെല്ലാം കൊഴിഞ്ഞു വീണു. നമ്മളിലെ പാപവാസനകളെല്ലാം നീങ്ങിയെന്നർത്ഥം. ഈ ശംഭുധ്യാനമാകുന്ന വസന്തം വന്നപ്പോൾ ഹൃദയമാകുന്ന ആകാശത്തിലെ പാപവാസനകളാകുന്ന ഇലകളൊക്കെ കൊഴിഞ്ഞു വീണു. എന്തൊരു മനോഹരമായ കൽപ്പനയാണെന്ന് നോക്കൂ. ഇതുപോലെ മറ്റനേകം സൗഭാഗ്യങ്ങൾ ഉദിച്ചു. എന്തൊക്കെയാണ് ഉദിച്ചത്? നമുക്ക് ക്രമമായി അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ക്ഷേത്രാചാരങ്ങൾ വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രീ ജയനാരായണൻ സംസാരിക്കുന്നു. ഒരു ക്ഷേത്രത്തിലെ കൊടിമരം എന്താണ്, അതിൻ്റെ സങ്കല്പം എന്താണ് എന്നാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ പുറത്ത്, മഹാബലിപീഠത്തിനും പുറത്തായിട്ടാണ് കൊടിമരത്തിൻ്റെ സ്ഥാനം. ഈ കൊടിമരം പലതരത്തിൽ നമ്മൾ കാണാറുണ്ട്. സ്വർണം കൊണ്ടുള്ള കൊടിമരങ്ങൾ ഇന്ന് വളരെ വ്യാപകമായി തുടങ്ങിയ ഒരു കാലമാണ്. ചെമ്പ് കൊണ്ട് പൊതിഞ്ഞ കൊടിമരങ്ങളെയാണ് നമ്മൾ സാധാരണയായി കണ്ടുവരാറുള്ളത്. എന്നാൽ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ഥിരമായ കൊടിമരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ താൽക്കാലികമായി ഉത്സവകാലത്ത് മാത്രം കൊടിമരം പ്രതിഷ്ഠിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. സ്ഥിരമായ ധ്വജമുള്ളിടത്ത് സ്ഥിരം കൊടിമരത്തിലും, സ്ഥിരം ധ്വജപ്രതിഷ്ഠ കഴിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ താൽക്കാലികമായ കൊടിമരത്തിലുമാണ് കൊടിയേറ്റം നടത്തുന്നത്. താൽക്കാലികമായുള്ള ധ്വജം എന്ന് പറയുന്നത് കഴുങ്ങ് അല്ലെങ്കിൽ കമുക്, അടയ്ക്കാമരം എന്നൊക്കെ പ്രാദേശിക വ്യത്യാസത്തിൽ പറയുന്ന വൃക്ഷം. ആ മരമാണ് ഈ താൽക്കാലികമായ ധ്വജത്തിനായി പ്രധാനമായിട്ടും ഉപയോഗിക്കാറുള്ളത്. ഈ വൃക്ഷത്തെ താൽക്കാലികമായി അന്നത്തെ ദിവസം ഉത്സവത്തിനായി പ്രത്യേകമായി മുറിച്ചു കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുകയും അവിടെ കൊടിയേറ്റം നടത്തുകയാണ് സാധാരണ ഉത്സവങ്ങളിൽ സ്ഥിരം ധ്വജമില്ലാത്ത ഇടങ്ങളിൽ ചെയ്യുന്നത്. എന്നാൽ സ്ഥിരം ധ്വജപ്രതിഷ്ഠയോടുകൂടിയുള്ള മഹാക്ഷേത്രങ്ങളുണ്ട്. മഹാക്ഷേത്രങ്ങളുടെ ഘടനാനിർമ്മിതി ചിന്തിക്കുമ്പോൾ സ്ഥിര ധ്വജപ്രതിഷ്ഠ എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അവിടെ ഒരു സ്ഥിരം ധ്വജസ്തംഭം അവിടെ ആവശ്യമാണ്, ഒരു മഹാക്ഷേത്രങ്ങളുടെ എണ്ണത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഥിരം ധ്വജസ്തംഭത്തിൽ ദേവൻ്റെ വാഹനത്തെയാണ് പ്രതിഷ്ഠിക്കുന്നത്. നമുക്ക് എന്തിനാണ് അത് എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. കൊടിമരം എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ച ഒരു ക്ഷേത്രത്തെ ഒരു ദേവൻ്റെ ശരീരമാതൃകയായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്ന് പറഞ്ഞു. ആ ശരീരമാതൃകയോട് ചേർന്ന് ചിന്തിച്ചാൽ ദേവൻ്റെ നട്ടെല്ലാണ് കൊടിമരം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ഈ കൊടിമരത്തിലുള്ള 2 കയറുകൾ, ഈ കയറുകളിലൂടെയാണ് കൊടിക്കൂറ ഉയർത്തി വിടുന്നത്. ഈ 2 കയറുകളെ പിംഗ്ള നാഡിയായിട്ടും ഈ ധ്വജസ്തംഭത്തിനകത്തുകൂടി നമ്മുടെ ശരീരത്തെ ആകമാനം താങ്ങി നിർത്തുന്ന സുഷുമ്നാ നാഡിയും കടന്നു പോകുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ്. യോഗശാസ്ത്ര പദ്ധതി പ്രകാരം ഈ സുഷുമ്നയിലൂടെയാണ് കുണ്ടലിനീ ശക്തി പൂർണ്ണ സ്വരൂപമായിട്ട് സഹസ്രാരപത്മത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നത്. ആ ഒരു സങ്കല്പത്തെ തന്നെ അവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ, ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി ഏത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ കൊടിമരമുണ്ടെങ്കിൽ കൊടിമരത്തിൻ്റെ മുകളിൽ നോക്കിയാൽ മതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൊടിമരത്തിൻ്റെ മുകളിൽ വാഹനത്തെയാണ്, അതായത് ദേവൻ്റെ വാഹനത്തെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ വാഹനം എന്ത് എന്നറിഞ്ഞാൽ, ഈ വാഹനം ആരുടേതാണ് എന്നറിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ക്ഷേത്രത്തിലെ മൂർത്തി ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ശിവനാണെങ്കിൽ കാള, വൃഷഭം, നന്ദി എന്ന് പറയുന്ന വാഹനത്തെയാണ് പ്രതിഷ്ഠിക്കുക. വിഷ്ണുവാണെന്നുണ്ടെങ്കിൽ ഗരുഡനാണ്. സുബ്രഹ്മണ്യനാണെന്നുണ്ടെങ്കിൽ മയിൽ, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ കോഴി, ഇതിനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. ചില ശാസ്താവാണെങ്കിൽ കുതിരയാണ്. ഭദ്രകാളിയാണെങ്കിൽ വേതാളമാണ്. ദുർഗയാണെങ്കിൽ സിംഹമാണ്. ഇത്തരത്തിൽ ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായ വാഹനത്തെയാണ് ഈ ധ്വജസ്തംഭത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. ദീപാരാധന തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവ
भवानी सहितं नमामि। ഇത് എറണാകുളം ജില്ലയിലെ പാവക്കുളം മഹാദേവ ക്ഷേത്രം. നഗര കാന്താരത്തിൽ ജീവിതത്തിന്റെ കൽമഷങ്ങളെ അകറ്റി ശിവപഞ്ചാക്ഷരിയുടെ ശാന്തിഗീതമാവുകയാണ് പാവക്കുളം മഹാദേവ ക്ഷേത്രം. श्रवणनयनजम्बा मानसं वापराधं विहितमविहितं वा सर्वमेतत् क्षमस्व। जय जय करुणाब्धे श्रीमहादेव शम्भो। സ്വയംഭൂവാണ് ഇവിടുത്തെ ശിവലിംഗമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നടരാജമൂർത്തിയായാണ് ഇവിടെ ദേവൻ കുടികൊള്ളുന്നത്. കാടുപിടിച്ചു കിടന്നിരുന്ന ഈ പ്രദേശത്തിൽ ഒരു കാലഘട്ടത്തിൽ വനവാസികളായിരുന്നത്രേ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടെന്ന് കണ്ടുപിടിച്ചത്. അവർ ആ രാത്രിയിൽ തന്നെ സമീപത്തുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വിവരമറിയിക്കുകയും ഉടൻ തന്നെ മഠത്തിലെ കാരണവർ മറ്റുള്ളവരെയും കൂട്ടി കാട്ടിലെത്തുകയും കാട് വെട്ടിത്തെളിച്ച് വിധിപ്രകാരം പൂജാതികർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും അക്കാലത്ത് അരുവിയാൽ വേർതിരിക്കപ്പെട്ടിരുന്നു അത്രേ. ക്ഷേത്രത്തിന്റെ കിഴക്കും തെക്കും ഭാഗത്ത് വലിയ 2 കുളങ്ങളുണ്ടായിരുന്നുവെന്നും ആ കുളങ്ങൾ പിൽക്കാലത്ത് പാപനാശിനിയെന്ന് പേര് വിളിക്കപ്പെട്ടിരുന്നുവെന്നും പഴമക്കാർ പറയുന്നു. ഇതാണ് പിന്നീട് ഈ ക്ഷേത്രത്തിന് പാവക്കുളം എന്ന പേര് വരാൻ ഇടയായത് എന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം ഇപ്രകാരമാണ്. ശിവഗണങ്ങളെക്കൊണ്ട് ഭഗവാൻ വളരെ വലിയൊരു ക്ഷേത്രം പണിതുവെന്നും നേരം വെളുക്കാറായി എന്ന് തെറ്റിദ്ധരിച്ച് ശിവഗണങ്ങൾ ക്ഷേത്ര നിർമ്മാണം മതിയാക്കി സ്ഥലം വിട്ടു. ഈ വിധം പണി പൂർത്തിയാകാതെ ക്ഷേത്രം വളരെ കാലം അങ്ങനെ തന്നെ കിടന്നുവെന്നും പറയപ്പെടുന്നു. ഇന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. മിക്കവാറുമുള്ള ശിവക്ഷേത്രങ്ങളുടെ 4 ഭാഗത്തുമായി ഗ്രാമദേവതകളുടെ ക്ഷേത്രം ഇന്ത്യയൊട്ടുക്കും കാണാം. അത് ശരിയെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പരമാരമൂർത്തിയും വടക്കുകിഴക്ക് ഭാഗത്ത് പാട്ടുപുരയ്ക്കൽ ഭഗവതിയും വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് തോട്ടത്തുംപടി ശാസ്താക്ഷേത്രവും തെക്ക് കിഴക്കേ മൂലയ്ക്ക് ചേരാത്രിക്കോവിൽ ക്ഷേത്രവും കാണാം. 1940 കൽക്കത്തയിൽ നിന്നും ബംഗാളി ദമ്പതിമാർ അവിടെ നിന്നും ഈ ക്ഷേത്രത്തിൽ വന്ന് വലിയ നിലയിൽ ഒരു പൂജയും മറ്റും നടത്തി തിരിച്ചു പോയതായി പറയുന്നു. എന്തോ കാരണവശാൽ പ്രശ്നം വയ്പ്പിച്ചപ്പോൾ അഷ്ടൈശ്വര്യത്തിനായി പാവക്കുളത്തപ്പനെ ഭജിച്ചാൽ മതിയെന്ന് പറയുകയാലാണ് അവർ ഇവിടെ വന്നതെന്ന് പ്രായമായവർ വിശ്വസിക്കുന്നു. ഇടപ്പള്ളി സ്വരൂപം നേരിട്ട് ക്ഷേത്രകാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന കാലത്താണ് ഈ സംഭവം ഉണ്ടായതത്രേ. ശ്രീരാമന്റെ വനവാസകാലത്ത് തൃക്കാക്കര പാട്ടുപുരയ്ക്കൽ ഗുഹയിൽ താമസിച്ചിരുന്ന സമയം പലതവണ സീതാലക്ഷ്മണ സമേതനായി ശ്രീരാമചന്ദ്രൻ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് പൂജ നടത്തി ശിവപ്രീതി നേടിയിട്ടുള്ളതായി പറയുന്നു. ഇവിടെയായിരുന്നു രാമലക്ഷ്മണന്മാർ സമുദ്രസ്നാനം ചെയ്തിരുന്നതെന്നും ഐതിഹ്യമുണ്ട്. കൊച്ചി രാജ്യം വാണിരുന്ന ശക്തൻ തമ്പുരാൻ പാപപരിഹാരാർത്ഥം ഈ ക്ഷേത്രത്തിൽ വന്ന് ഇടയ്ക്കിടെ കുളിച്ച് ഭജനം പാർത്തിരുന്നതായും ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. ഒരിക്കൽ ഈ ക്ഷേത്രത്തിന്റെ പാർശ്വപ്രദേശങ്ങളിലെ കാടുകളിൽ ഒളിച്ചിരുന്ന കൊള്ളക്കാരായ ഏതാനും ജോനകരെ ഒന്നടങ്കം നിഗ്രഹിച്ചതിന്റെ പാപപരിഹാരാർത്ഥമായി ഈ ക്ഷേത്രത്തിൽ തമ്പുരാൻ ദീപക്കാഴ്ച നടത്തിയതായും രേഖകളിൽ പറയുന്നുണ്ട്. ശ്രീ മഹാദേവനൊപ്പം തന്നെ പാർവതീദേവിക്കും തുല്യസ്ഥാനം നൽകുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം.
പാർവതീദേവി സ്വയംവര രൂപത്തോടു കൂടിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതിനാൽ തന്നെ ഇവിടം സ്വയംവര പൂജ, സ്വയംവര ഹോമം, ഉമാമഹേശ്വര ഹോമം എന്നീ പൂജകൾക്ക് പ്രാധാന്യമേറെയാണ്. കേരള മാട്രിമോണി സ്വയംവര പൂജ സമർപ്പിക്കുന്നത് കേരള മാട്രിമോണി, ബിഗ്ഗസ്റ്റ് മാട്രിമോണി സർവീസ് ഫോർ മലയാളീസ്. गंगाधराय शिव गंगाधराय, हर हर भोले नमः शिवाय. ശിവപാർവതിമാർ ഒന്നിച്ച് സകുടുംബം വാഴുന്ന ഒരു ക്ഷേത്രമാണ് ഈ പാവക്കുളം. അവിടെ പാർവതീദേവി സ്വയംവര പാർവതി ധ്യാനത്തോടുകൂടി അല്ലെങ്കിൽ ആ രൂപത്തോടുകൂടിയിട്ടാണ് ഇവിടെ സ്വയംവരം നടക്കാനും വിവാഹം നടക്കുക അതിനുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവിടെ പൂജാധികാരികൾ നടക്കാറുണ്ട്. സ്വയംവര ഹോമം, സ്വയംവര പൂജ, ഉമാമഹേശ്വര പൂജ, വാണേശി ഹോമം. അങ്ങനെ ഇന്നിപ്പോൾ നടക്കാൻ പോണത് സ്വയംവര പൂജ. വിവാഹം നടക്കുന്നതിനായിട്ട് ആ സ്വയംവര പാർവതീദേവിയെ അഷ്ടത പത്മട്ട് അതിലേക്ക് ആവാഹിച്ച് ദേവിയെ പൂജിക്കുക. അതിനുശേഷം സ്വയംവരം മറ്റ് മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്ത് വരുന്നവർക്ക് എല്ലാവർക്കും മംഗലഭാഗ്യം നേടാനായിട്ട് പ്രാർത്ഥിക്കുക. സകലസ്ഥാവരംഗമസ്യ മുഖഹൃദയം മമ ശമാശമാശയ. കാർത്തികാനക്ഷത്രസ്യ ആദിരാനാം ധേയസ്യ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്ക സകലസ്ഥാവരംഗമസ്യ മുഖഹൃദയം മമ ശമാശമാശയ. തിരുവാതിരാനക്ഷത്ര സുഭാഷണാം ധേയസ്യ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്ക സകലസ്ഥാവരംഗമസ്യ മുഖഹൃദയം മമ ശമാശമാശയ. അനിരനക്ഷത്ര ഗൗതം നാമധേയസ്യ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്ക സകലസ്ഥാവരംഗമസ്യ മുഖഹൃദയം മമ ശമാശമാശയ. ചിത്രാനക്ഷത്രനിഖിൽ നാമധേയസ്യ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്ക സകലസ്ഥാവരംഗമസ്യ മുഖഹൃദയം മമ ശമാശമാശയ. ഉത്രട്ടാദിക്ഷ്ണിവേദ്യ നാമധേയസ്യ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകലസ്ഥാവരംഗമസ്യ മുഖഹൃദയം മമ ശമാശയ. शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्. പാവക്കുളം ക്ഷേത്രത്തിൽ ഉപദേവതമാരുടെ പ്രതിഷ്ഠയോടുകൂടി ശിവകുടുംബ സങ്കല്പം നിലനിൽക്കുന്നു. സ്വയംവര പാർവതി വിവാഹാർത്ഥികളുടെ ശരണകേന്ദ്രമായി പരിലസിക്കുന്നു. ധാരാളം അനുഭവസ്ഥരുടെ സാക്ഷിമൊഴികൾ അമ്മയുടെ അനുഗ്രഹത്തിന് ദൃഷ്ടാന്തമാണ്. ശ്രീശാസ്താവ്, വിഘ്നേശ്വരൻ, ശ്രീ സുബ്രഹ്മണ്യൻ, ചാമുണ്ടേശ്വരി എന്നിവർ സദാ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദക്ഷിണാമൂർത്തി എന്ന ലോകഗുരു സങ്കല്പത്തിലും ഭഗവാനെ ദർശിക്കാവുന്നതാണ്. മതിൽപ്പുറത്ത് ബ്രഹ്മരക്ഷസ്, സർപ്പം എന്നിവയുടെ പ്രതിഷ്ഠകളുണ്ട്. त्र्यम्बकं
സുഗന്ധിം പുഷ്ടിവർദ്ധനം. പാവക്കുളം ശ്രീ മഹാദേവന്റെ സന്നിധിയിൽ തൊഴുതു നിൽക്കുമ്പോൾ മനുഷ്യജീവിതത്തിന്റെ സകല ദുഃഖങ്ങളും അലിഞ്ഞില്ലാതാവുകയാണ്. ശിവദർശനത്തിന്റെ പുണ്യം നിറഞ്ഞ മനസ്സോടെ ഓരോ ഭക്തനും തങ്ങളുടെ ആത്മശാന്തിയുടെ കൈലാസമാവുകയാണ് ഇവിടം. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാമൃതാത്. ഓം